മൈ ഡിയർ ഓൾ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു തമിഴ്നാട്ടിലെ സാമ്പാർ പൊടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതെൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരിയുണ്ട്, തമിഴ്നാട്ടുകാരിയാണ്. ഞങ്ങൾ ഒരുപാട് കാലം അടുത്തിരുന്ന് ജോലി ചെയ്തവരാണ്. ഇന്ന് ഞങ്ങൾ നല്ല ക്ലോസ് ആയിട്ട് ജീവിക്കുന്നവരാണ് കേട്ടോ. ഒരു 100 ഗ്രാം മല്ലി, 100 ഗ്രാം മുളക്, 30 ഗ്രാം തുവരപ്പരിപ്പ്, ഒരു ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 20 ഗ്രാം കായം, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി ഞാൻ 100 ഗ്രാം മുളക് എടുത്തിട്ടില്ല, നിങ്ങളോട് പറഞ്ഞതാണ്. അവര് 100 ഗ്രാമിന് 100 ഗ്രാം എടുക്കുക. എൻ്റെ മുളക് കുറച്ച് എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു 60 ഗ്രാമേ എടുത്തിട്ടുള്ളൂ മുളക് ഇവിടെ. അത് നമ്മളുടെ ഇഷ്ടം പോലെ മാറ്റാമല്ലോ നമുക്ക്. അങ്ങനെ ബാക്കി ഇതൊക്കെയാണ്. അത് കായം പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ലെണ്ണ അതിലൊഴിച്ചിട്ട് ആ കായം ഇട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. കായം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അത് വരയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് പൊരിഞ്ഞു വരണം, അല്ലെങ്കിൽ ചൗന്ന് കിടക്കും, അത് മിക്സിയിൽ അരഞ്ഞു വരില്ല. അതുകൊണ്ടാട്ടോ. പിന്നെ തോരപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. തോരപ്പരിപ്പിന് കുറച്ച് കൂടുതൽ ചൂട് വേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം തോരപ്പരിപ്പ് ഇട്ടു. ഇതെങ്ങനെ വറുക്കുക എന്നുള്ളതൊന്നും എനിക്ക് അവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാനത് എൻ്റെ രീതിയിലാണ് ഞാൻ വറക്കണത് കേട്ടോ. ഇപ്പം തോരപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടല്ല, ഒന്ന് നന്നായിട്ട് തന്നെ വറുത്തെടുക്കട്ടെ കേട്ടോ. കാരണം കൊത്തമല്ലിക്ക് തോരപ്പരിപ്പിൻ്റെ അത്രയും വറവ് വേണ്ടല്ലോ. അപ്പോൾ കൊത്തമല്ലി നമുക്ക് പിന്നെ ഇടാം ലാസ്റ്റിൽ. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇതിൽ ഉലുവയും കുരുമുളകും ചേർത്തിട്ട് അതിന് ശേഷം നമുക്ക് കൊത്തമല്ലി ഇടാം കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ എത്ര തിക് ഫ്രണ്ട്സ് അറിയോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്പീസൊക്കെ കൈമാറുമായിരുന്നു. ജോലി ചെയ്തത് ഞങ്ങൾ അടുത്തടുത്തിരുന്ന് ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും മക്കളും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓഫീസിലിരിക്കുമ്പോൾ ഒഴിവ് സമയം വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. കുറേ റെസിപ്പി പറയും, കുറേ ഭക്ഷണത്തിൻ്റെ കാര്യം, നമ്മളുടെ കൾച്ചറും അവരുടെ കൾച്ചറും അങ്ങനെ പറഞ്ഞ് എന്താ, എൻ്റെ കൂട്ടുകാർ നന്നായിട്ട് മലയാളം സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ഞാനൊട്ട് തമിഴ് സംസാരിക്കാനും തുടങ്ങിയില്ല. ഞാനൊരു പാലക്കാടുകാരിയാണ്, എനിക്ക് തമിഴ് നന്നായിട്ട് മനസ്സിലാവും. എൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് എഴുതും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ചെറിയമ്മയും അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് അവർ എഴുതും വായിക്കുകയൊക്കെ ചെയ്യും തമിഴ്. അവർ തമിഴ് നോവലൊക്കെ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. അത്യാവശ്യം അങ്ങനെ തൊട്ട് വായിക്കാം, പക്ഷെ സംസാരിക്കാൻ എനിക്ക് വലിയ അറിവില്ല. അത്യാവശ്യം പറയുന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ കൂട്ടുകാരി മലയാളം പറയണ കേട്ടാൽ നമുക്ക് അറിയില്ല അവർ തമിഴാണെന്ന്. അത്രയും നന്നായിട്ട് മലയാളം സംസാരിക്കുമ്പോൾ അവർ. നോർമലി നമ്മൾ മലയാളികളാണ് കൂടുതലായിട്ട് മറ്റുള്ള ഭാഷ വേഗം പഠിക്കുക അല്ലേ, തമിഴൊക്കെ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ. അങ്ങനെ ഉലുവയും കുരുമുളകും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മല്ലിയും കൂടെ അങ്ങോട്ട് ചേർത്തു. മല്ലിയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കട്ടെ. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ ഒന്നും ആക്കണില്ല ഞാൻ, മല്ലി ഒന്ന് ചൂടാക്കണേ ഉള്ളൂ. പിന്നെ മുളകും കറിവേപ്പിലയും കൂടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അതായിന്ന്. അതുവരയ്ക്ക് നമുക്കിത് എല്ലാം കൂടിയിട്ടിട്ടൊന്ന് വറുത്തോണ്ടിരിക്കുക കേട്ടോ. കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമൊന്നും ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇവിടെ പെട്ടുപോയില്ലേ അത് കാരണം. അപ്പോൾ ഇടയ്ക്കൊന്നിപ്പോൾ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാവരെയും. എപ്പോഴാ പറ്റുമെന്നൊന്നും അറിയില്ല. പറ്റുമ്പോൾ ഒന്ന് പോയിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരണം എന്നുണ്ട്. കാരണം എന്നെ കാണാൻ എല്ലാവർക്കും കൂടി ഇവിടെ വരാൻ പറ്റില്ലല്ലോ. അതിനേക്കാളും ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാമല്ലോ. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ അല്ലേ.
അല്ലാതെ പിന്നെ എന്ത് ചെയ്യാം. അങ്ങനെ കറിവേപ്പിലയും മുളകും ഒക്കെ ചേർത്ത് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കട്ടെ കേട്ടോ. മുളകും ഒന്ന് നന്നായി ചൂടായി വരണ്ടേ, അപ്പോഴല്ലേ അത് പൊടിയുള്ളൂ. അപ്പോൾ കറിവേപ്പില ശരിയാവുമ്പോൾ നമുക്ക് എല്ലാം ചൂടായി എന്ന് വിചാരിക്കാം. അങ്ങനെ കറിവേപ്പില ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. നല്ല വാസന വരുമല്ലേ. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കണം കേട്ടോ. രാത്രി ഉണ്ടാക്കുമ്പോൾ ജനലൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്, മഴ കാരണം. മഴ പെയ്യുന്നപ്പോൾ ഈ ചുമയും വരും മുളകിൻ്റെ ചൂടാക്കലില്ലേ. അപ്പോൾ അത് റെഡി ആയിട്ടോ. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് അതിനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തണുക്കാനായിട്ട് കൊട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ആരോ കമൻറ്റിൽ ചോദിച്ചിരുന്നു തമിഴ് സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞു തരുമെന്ന്. ഇതെല്ലാ തമിഴ് സാമ്പാറും എങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരി ട്രിച്ചിക്കാരിയാണ്. അവരുണ്ടാക്കുന്ന സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും തരണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ബൈ.